അമ്മ എനിക്കിതിൻ്റെ കൂട്ടെല്ലാം പറഞ്ഞു തന്ന് ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി. പ്ലേറ്റ് ഉണ്ടാക്കി തരാമോ അമ്മേ? ഉണ്ടാക്കും. തരാമോ? എന്നാ അമ്മേ അരിഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ഉപ്പിട്ടാക്കട്ടെ? ഉപ്പിട്. മതിയോ? അമ്മ ഇങ്ങനെയല്ലേ അമ്മേ? നല്ലോണം ഞെരടി നീര് കളയുന്നു. അമ്മ അത് അരിഞ്ഞെല്ലാം റെഡിയാക്കി തരുന്നത്. ഞാനിവിടെ കിഴങ്ങ് പുഴുങ്ങിയായിരുന്നു, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. നല്ലപോലെ ചൂടായി. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വാടി വരട്ടെ. ഇതിനകത്തോട്ടേക്ക് ഉള്ളിയും കൂടെ ചേർക്കാതെ സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് വാടി വന്നു കേട്ടോ. നമുക്കിനി മസാല ചേർക്കാതെ ശകലം മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതിനകത്ത് പിരിയമുളകുണ്ട് കേട്ടോ, മിക്സാണ്. മീറ്റ് മസാല ശകലം കൂടി ഇട്ടേക്കാം. ശകലം ഗരം മസാല. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കുക. കുരുമുളക് പൊടി ശകലം കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും കുരുമുളക് പൊടി കൂടുതൽ ഇടുമ്പോൾ. നമുക്കിനി ഇതിലേക്ക് മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് പിഴിഞ്ഞെടുത്ത ചുണ്ടാണ്. നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ. നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. നമ്മുടെ ചുണ്ട്, സവോള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ വേവിക്കുക. അതൊന്ന് വെന്ത് വന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചിരുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം കിഴങ്ങിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ റൊട്ടിപ്പൊടി ചേർക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചേർക്കുന്ന എന്തിനാണെന്നറിയാം, ഇത് നന്നായിട്ട് ടൈറ്റ് ആവുന്നു. നല്ല മണം വരുന്നുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഉടച്ച് നമ്മുടെ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ കുഴി കണ്ടോ ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ ഇപ്പൊ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പിലാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിൽ റൊട്ടിപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 15 കട്ട്ലേറ്റേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമായ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എണ്ണ ഉപയോഗിക്കാം. നല്ലതുപോലെ എണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്നാണ്.
ഇത് റെഡി ആയി കണ്ടോ? ഇത് മതി. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും മതിയേ. അങ്ങനെ ഇതുമായി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം എടുക്കുകയാണ്. അമ്മ പറഞ്ഞു തന്ന റെസിപ്പി കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അമ്മ ഇത്തിരി തിരക്കിലായതുകൊണ്ട് ഗ്യാസെല്ലാം ഓഫ് ചെയ്ത്. ഇനി നമുക്കിത് അമ്മയെ കൊണ്ട് തന്നെ കഴിപ്പിച്ചിട്ട് അമ്മയോട് തന്നെ ചോദിക്കുക എങ്ങനെ ഉണ്ടാകും. നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. ഞാൻ ഉണ്ടാക്കുന്നേക്ക് സൂപ്പർ ആക്കിപ്പോ ആണോ? ടേസ്റ്റ് ഉണ്ടോ? വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.